Hello everyone, Ernest Academy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം RRB CMA 2025 നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം 31-ാം തീയതി വരികയാണ്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് CBT 1ന്റെ 2024 ഇതിന്റെ എക്സാം നടന്നതാണ് RRB CMAയുടെ. അപ്പം ആ വർഷത്തെ 2024 CBT 1ന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് നമ്മളോട് കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 2024 RRB CMAയുടെ CBT 1ന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ RRB CMAയുടെ CBT 1ന്റെ എക്സാം സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. അതിൽ മാത്സിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 30 മാർക്കാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻസ്, 25 മാർക്ക്. ജനറൽ അവയർനെസ്സിന് 15 ക്വസ്റ്റ്യൻസ്, 15 മാർക്ക്. ജനറൽ സയൻസിന് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്. അപ്പോൾ ഇവിടെ ജനറൽ സയൻസിനും മാത്സിനുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത്. ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ടൈം പീരീഡ് എന്ന് പറയുന്നത് 90 മിനിറ്റിന്റെ ടൈം ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 90 മിനിറ്റ് നിങ്ങൾ ഈ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഇതാണ് CBT 1ന്റെ എക്സാം സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2024 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത് നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള സോണുകളാണ് ചെന്നൈ, മുംബൈ, സെക്കന്ദരാബാദ്. അപ്പം അതിൽ ചെന്നൈ സോണിന്റെ UR കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 78.77 ആയിരുന്നു. അതിൽ SCക്ക് വന്നത് 65.86 ആണ്, STക്ക് 65.95, OBCക്ക് 75.42, EWSന് 69.09, സർവീസ്മെന്നിന് 33.68. മുംബൈ സോൺ നോക്കുകയാണെങ്കിൽ 80 ആണ് UR കാറ്റഗറിക്ക്, 80.49 ആണ് UR കാറ്റഗറിക്ക് വന്നിരിക്കുന്നത്. SCക്ക് 69.97, STക്ക് 70.67, OBCക്ക് 76.46, EWSന് 72, എക്സ് സർവീസ്മെന്നിന് 31.20. സെക്കന്ദരാബാദ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 75.87. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് നോക്കുമ്പോൾ അറിയാം ഒരു 70+ ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 78, 80, 75 ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ 75-ന് മുകളിലായിരിക്കണം നമ്മുടെ എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടാനായിട്ട്. നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് എപ്പോഴും 75-ന് മുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ടാർഗറ്റിലേക്ക്, നിങ്ങളുടെ ആ 75+ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് 75+, 80-ന് മുകളിൽ മാർക്ക് മേടിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന സോണുകൾ അനുസരിച്ചായിരിക്കും നമ്മുടെ കട്ട് ഓഫിൽ വേരിയേഷൻസ് വരുന്നത്. അതേപോലെ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് കട്ട് ഓഫുകൾ മാറാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു 75-ന് മുകളിലേക്ക് എപ്പോഴും നിങ്ങൾ സ്കോർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം നോട്ടിഫിക്കേഷൻ വന്ന ടൈമാണ്, ഇതാണ് റൈറ്റ് ടൈം. നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. നീട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീഷനുള്ള ടൈം കിട്ടാതെ പോകും. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB CMAയുടെ കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.